ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ ആദ്യം എന്താണ് മുന്തിരിയാണല്ലോ വൈൻ, അപ്പോൾ പ്രധാന മുന്തിരി. അപ്പോൾ മുന്തിരി നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടച്ച് നമുക്ക് ഈ ഒരു ബോട്ടിലല്ല ബൗളിലോട്ടിടാം. ബൗൾ മീൻസ് ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെയൊക്കെ ബൗളാണ്. എൻ്റെ വൈൻ ബോട്ടിൽ പൊട്ടിപ്പോയി. അതായത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്നതാണ്. എൻ്റെ 2-3 കുരുപ്പുകളുണ്ട്, അതിലൊരു കുരുപ്പ് പൊട്ടിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് ആ സംഭവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ഫിഷ് ടാങ്കിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ മുന്തിരി നല്ല രീതിക്ക് ഉടച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 8 കിലോ മുന്തിരി 1/2 കിലോ പഞ്ചസാര അതിലോട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1/2 കിലോ പഞ്ചസാരയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഇട്ടു, എല്ലാം 1/2 കിലോ ഫുള്ള് ഇടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് ഞുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കണം. എന്താണെന്നോ ഞുറുക്ക് ഗോതമ്പ് വീര്യം കൂടാൻ ഗോതമ്പ് ഞാൻ ഇട്ടു. അത് ഇപ്പം ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞ് കപ്പിനെ ഇട്ടുള്ളൂ, പക്ഷെ ഞാൻ പിന്നീട് വീണ്ടും ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് പട്ട, അത് കഴിഞ്ഞ് ഏലക്ക. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക. അത് ഇട്ട് കൊടുത്തു. ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈസ്റ്റ്, എൻ്റെ മെയിൻ എന്താ പറയുക ഒരു ഐറ്റമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഞാനൊരു 1.5 ടീസ്പൂൺ കണ്ട് ഇട്ട് കൊടുത്തിരുന്നു. കാരണം അന്നേരം 1 സ്പൂൺ ഇട്ടോളം തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇട്ടായിരുന്നു, കാരണം തികയുന്നില്ല എന്നുള്ളൊരു ഇത് വന്നുണ്ട്. പിന്നെ അതിൽ ചേർക്കാമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടിരുന്നു. രാവിലെ വരെ മുന്തിരി കഴുകി ഉണക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്നല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ടിരുന്നു. അപ്പോൾ അത് തണുത്തു. ജസ്റ്റ് അത് ആ ഒരു ബൗളിൽ നിറച്ചൊഴിച്ചിരിക്കുന്നു. 1 ലിറ്റർ കാണുമെന്ന് അറിയില്ല. അത് ജസ്റ്റ് നിറച്ചങ്ങ് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക, അതെല്ലാം നന്നായിട്ട് മിക്സ് കണ്ടതിന് ശേഷം ഒരു വൈറ്റ് തുണി ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടുക. മിക്സാക്കിയതിന് ശേഷം ആ വൈറ്റ് തുണി ഉപയോഗിച്ച് കെട്ടിയിട്ട് നമുക്കത് ഒരു എത്ര ദിവസമാണ് നമ്മൾ വെച്ചിരിക്കും. നമ്മൾ ഗോതമ്പ് ഇട്ടത് കൊണ്ട് നല്ല വീര്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുറച്ച്